പറഞ്ഞുണ്ട്. സുപ്രഭാതം 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 സുപ്രഭാതം. ഹായ് സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. മഞ്ഞൊക്കെ പെയ്യുന്നുണ്ടല്ലോ. അതെ, അതെ, അതെ. മഞ്ഞ് പെയ്യുന്നു, മരം കുളിരുന്നു. അതെ, മകരമാസമായി. ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വേണ്ടേ? ആ ഇപ്പൊ നോക്കിക്കോ, സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒരു വിഷുണ്ട്. ഫ്ലവേഴ്സ് ചാനലിൻ്റെ ടോപ്പ് സിംഗർ സീസൺ 6 അമൃതയ്ക്ക് സെലക്ഷൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും ഒപ്പം ഉണ്ടായിരിക്കും. എല്ലാവിധ നന്മകളും അമൃതയ്ക്ക് ഉണ്ടാവട്ടെ. ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗർ പോലെയുള്ള ഒരു മികച്ച പ്രോഗ്രാമിൽ ടോപ്പ് സിംഗർ ആയി തിരിച്ചു വരട്ടെ എന്ന് അമൃതയെ ആശംസിക്കുന്നു. ഞാൻ ലക്ഷ്മി ശുഭ, അമൃതയുടെ മ്യൂസിക് ടീച്ചറാണ്. അമൃതയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏത് പ്രോഗ്രാമിനെ വിളിച്ചാലും വളരെ സന്തോഷത്തോടെ വന്ന് പങ്കെടുക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യും. ടോപ്പ് സിംഗറിലൂടെ മികച്ച ജഡ്ജസിനെയാണ് അമൃതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ടോപ്പ് സിംഗർ സീസൺ 6 മുൻനിരയിലെത്താൻ അമൃതയെ പൂജ്യ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് നാം ഏവരും പ്രാർത്ഥിക്കുന്നു. ടോപ്പ് സിംഗർ നല്ല വിജയായി വരാനായിട്ട് സർവേശ്വരനും ചിന്മയാസ്വാമിയുടെ അനുഗ്രഹവും ലഭിക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. അമൃതയുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും നേരിടട്ടെ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതെ, എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ ആരാ? മ്യൂസിക് ടീച്ചർ അമൃത ടീച്ചറോ? അല്ല, എന്താ പേര്? ലക്ഷ്മി ശുഭ. ലക്ഷ്മി ശുഭ ടീച്ചർ. ഓക്കെ ഞാനിത് കണ്ടപ്പോഴേയും ചിന്മയാനന്ദ സ്വാമിയെ കുറിച്ച് ഓർക്കാൻ 2 പ്രാവശ്യം അദ്ദേഹത്തിന് മുന്നിൽ പാടാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടാനും വലിയൊരു ചിന്തകനായിരുന്നു, ഒരു ഗ്രേറ്റ് മാൻ ആയിരുന്നു ചിന്മയാനന്ദ സ്വാമി. അപ്പൊ അവിടെയാണ് പഠിക്കുന്നത്, നമ്മുടെ തിരുവനന്തപുരത്തല്ലേ? നമ്മുടെ തിരുവനന്തപുരം. പിന്നെ ഏത് പാട്ടാ പാടുന്നത്? അനിയത്തിപ്രാവ്. ഡീറ്റെയിൽസ്. സിനിമ അനിയത്തിപ്രാവ്. വർഷം 1997. ലിറിക്സ് എസ് രമേശൻ നായർ സാർ. മ്യൂസിക് ഔസേപ്പച്ചൻ സാർ. പാടിയത് ചിത്രമ്മ. ഈ അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ സിനിമ അത് ഓർക്കുമ്പോഴേ മീനുകൂട്ടാ, അന്നത്തെ ഒരു ക്രേസ് ആയിരുന്നു ഈ റെഡ് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ ബൈക്ക്. അത് ആ സിനിമയിലുണ്ട്, അതിലൊരു സ്റ്റാർ ആണ്. അത് മാത്രല്ല, എനിക്കിത് ഭയങ്കര സ്പെഷ്യലാ. കാരണം എന്റെ വീട് പാതുവയാണ്. അപ്പോ അന്ന് അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് എന്റെ അച്ഛക്ക് ഒരു റെഡ് സ്പ്ലെൻഡർ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അച്ഛയെ കാണാൻ ചാക്കോച്ചനെ പോലെയാന്ന് പറഞ്ഞിട്ട് എല്ലാരും അനിയത്തിപ്രാവിലെ നായകനെ പോലെ ഉണ്ട്, അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഇപ്പോഴും കാണുമ്പോ ദേ കുഞ്ചാക്കോന്റെ മോള് വന്നു അങ്ങനെ പറയും. ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാ ആ സ്പ്ലെൻഡർ ഉള്ളത് കൊണ്ടും പിന്നെ അച്ഛൻ അന്നും ഇന്നും ലുക്ക് ആയത് കൊണ്ടും എല്ലാരും അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. സിനിമയിൽ നിങ്ങൾ തമ്മിൽ നല്ല ഛായ ഉണ്ട്. അതുപോലെ ലവ് ആൻഡ് ലവ് ഓൺലി എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്, അത് ഫിക്ഷനാണ്. ഇതിന്റെ ഒരു തീം അത് ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. പിന്നെ കുഞ്ചാക്കോ ബോബൻ ആദ്യമായിട്ട് ഒരു ഗ്രോൺ അപ്പ് ഒരു ആക്ടറായിട്ട് വരുന്നത് ഇതിലാണ്. അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് കൃഷ്ണേന്ദ്രൻ ചേട്ടനാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയും അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.
സൂപ്പർ സൂപ്പർ. ക്ഷീണിച്ചോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമൃത സുപ്രഭാതം going to be awarded 98 out of 100 today. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ബൈ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ബൈ.